ദാനം കൊടുത്ത സമ്പാദ്യങ്ങൾ, ദാനം കൊടുത്ത മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കൊടുത്ത ദാനം കൊടുത്ത ആ സാധനങ്ങൾ എന്തായാലും ഒരു തെറ്റായ മാർഗത്തിലാണത് ചെലവഴിക്കുന്നത് എന്ന് കണ്ടാല് അത് തടയാൻ വേണ്ടി മടക്കി വാങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എങ്കിൽ മാതാപിതാക്കൾക്ക് അത് മടക്കി വാങ്ങൽ നിർബന്ധമാണ്. ഇനി മടക്കി വാങ്ങിയാൽ അവരുടെ വെറുപ്പ് പിന്നെ ഈ മടക്കി വാങ്ങുന്നതോടുകൂടി തന്നെ ആ മക്കളുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരതകളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ വെറുപ്പിക്കലോ ഒക്കെ അതിൽ നിന്നുമൊക്കെ സമാധാനം കിട്ടുമെന്ന് കണ്ടാല് അങ്ങനെ മടക്കി വാങ്ങൽ സുന്നത്തുമാണ്. എന്ന് മാത്രമല്ല, ഇനി അത് മടക്കി വാങ്ങൽ മാതാപിതാക്കൾ മക്കളിൽ നിന്നും ആ കൊടുത്ത സാധനം അല്ലെങ്കിൽ വസ്തു എന്തായാലും അത് മടക്കി വാങ്ങുന്നതോടുകൂടി തന്നെ അവരുടെ ഈ സാഹചര്യം ഒന്നുകിൽ വെറുപ്പിക്കല് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കല് അല്ലെങ്കിൽ അവര് പിന്നെ ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ചെയ്തികളൊക്കെ അത് കൂടുതലാകാനാണ് കാരണമാകുന്നതെങ്കിൽ അത്തരത്തിൽ ആ കൂടുതൽ ആകുന്നത് കൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അത് മടക്കി വാങ്ങല് കറാഹത്താണ്. അങ്ങനെ കൂടുതലാകുമെന്ന് കണ്ടാൽ. ഇനി അതല്ല, ഇനി അങ്ങനെ തിരിച്ചു മടക്കി വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ മാതാപിതാക്കളോട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന വെറുപ്പിക്കല്, അപ്പൊ ഇത്തരത്തിൽ വെറുപ്പിക്കുന്ന കാര്യത്തില് മക്കൾക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല, അതേ അവസ്ഥ തന്നെയായിരിക്കും എന്ന് കണ്ടാൽ മടക്കി വാങ്ങൽ മാതാപിതാക്കൾക്ക് ഹലാലുമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സദക്ക കൊടുത്ത അല്ലെങ്കിൽ ദാനം കൊടുത്ത ഒരു സാധനം. അത് മാതാപിതാക്കൾ ഈ സദക്ക ചെയ്ത ദാനം കൊടുത്ത സാധനങ്ങൾ മാതാപിതാക്കൾക്ക് മാത്രമേ മക്കളിൽ നിന്നും പിന്നെ തിരിച്ചു വാങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. മറിച്ച് പിന്നെ മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് നൽകിയ ദാനങ്ങളല്ലാത്ത മറ്റു ദാനങ്ങൾ, നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും അത് തിരിച്ചു വാങ്ങാൻ നമുക്ക് പാടില്ല. അത് മടക്കി വാങ്ങൽ തെറ്റുമാണ്, ഹറാമുമാണ്. പിന്നെ ഒരിക്കലും അത് മറ്റൊരാളിൽ നിന്ന് നമ്മൾ കൊടുത്തൊരു സാധനം തിരിച്ചു വാങ്ങാൻ ഒരിക്കലും പാടില്ല. ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമാണ് തൻ്റെ മക്കളിൽ നിന്നും ദാനം കൊടുത്ത സാധനങ്ങൾ തിരിച്ചു വാങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ.